ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ മാളിലിരിക്കുന്ന കബോർഡാണ് ഫസ്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് പെൻ ആണ് വെക്കുന്നത്. വൗ, ബ്രഷ് പെൻ വെച്ചോളൂ. അപ്പോൾ ഞാൻ ബ്രഷ് പെൻ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ മാർക്കേഴ്സ് ആണ് വെക്കുന്നത്, കുറേ കളേഴ്സ് മാർക്കേഴ്സ്. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ കുറച്ച് ക്രയോൺസ് ആണ് വെക്കുന്നത്. ഇത് ക്രയോൺസ് ജിപ്പി എപ്പോഴും യൂസ് ചെയ്യുന്ന ക്രയോൺസ് ആണിത്. അത് കഴിഞ്ഞ് ഇത് സ്കെച്ചാണ്, ഇത് ജംബോ മാർക്കേഴ്സും ഇത് സ്കെച്ചും, അത് രണ്ടും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതും മാർക്കേഴ്സ് തന്നെയാണ്, ഇത് പുതിയതാണ് അത് പഴയതാണ്. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് ഇവിടെ വെക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് ഞാൻ സ്കെച്ചാണ് വെക്കാൻ പോകുന്നത്. എത്ര സ്കെച്ചാ ചിപ്പി ഇത്? 2 സ്കെച്ചും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ചിപ്പി വാട്ടർ കളർ ട്യൂബ്സ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ കളർ ട്യൂബ്സും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഓയിൽ പേസ്റ്റ് ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ പേസ്റ്റ് ഇവിടെ വെച്ചു. അടുത്തത് ഞാനിവിടെ ഒരു വാട്ടർ കളറാണ് വെക്കാൻ പോകുന്നത്. വാട്ടർ കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കബോർഡിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കബോർഡ് കാണാം. അപ്പോൾ അടുത്ത ഈ സ്ഥലമാണ്. ഇനി ഈ സ്ഥലത്ത് എന്താണ് വെക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ആണ് വെക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് ബുക്സും റൈറ്റ് സൈഡിൽ നോട്ട് ബുക്സും ചിപ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഈ കബോർഡാണ് കേട്ടോ. ഈ കബോർഡിൽ ഞാൻ ആദ്യം എൻ്റെ ഒരു ജോമെട്രി ബോക്സ് ആണ് വെക്കാൻ പോകുന്നത്. ഡോംസിൻ്റെ ജോമെട്രി ബോക്സ് ആണ്. ഡോംസിൻ്റെ നല്ല ജോമെട്രി ബോക്സാണ്. അപ്പോൾ അടുത്ത നടരാജിൻ്റെ ഒരു ലോങ് സ്കെയിലാണ് വെക്കാൻ പോകുന്നത്. സ്കെയിൽ ഇച്ചിരി ചെരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് അപ്സരയുടെ പെൻസിൽ. അപ്സരയുടെ പെൻസിൽ നല്ല കളറുണ്ട്. പിന്നെ അടുത്ത ഒരു കുഞ്ഞു നോട്ട് ബുക്കാണ്, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാനാണ്. അടുത്തത് ഒരു എറേസർ, ഒരു പാക്കറ്റ് എറേസർ. പിന്നെ 2 ഫെവിക്കോൾസും ഒരു ഫെവി സ്റ്റിക്കും വെക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനാണ് അവിടെ വെക്കുന്നത്. പിന്നെ 2 സെലോ ടേപ്പ്. പിന്നെ എൻ്റെ കുറേ പെൻ, ഞാൻ സ്കൂൾ ഷോപ്പിങ്ങിന് മേടിച്ച പെൻസൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, എനിക്ക് എടുത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കബോർഡ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കബോർഡ് കാണാം. അപ്പോൾ ഇത് അടയ്ക്കുവാണ്. ഇനി അടുത്തത് ഞാൻ എൻ്റെ കാറ്റഗിസത്തിൻ്റെ ബുക്സാണ് വെക്കുന്നത്. കാറ്റഗിസത്തിൻ്റെ ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ബൈബിളും പിന്നെ കുറേ പഴയ നോട്ട് ബുക്സും എൻസൈക്ലോപീഡിയ വായിക്കാനുള്ളത്, പിന്നെ കുഞ്ഞു കുഞ്ഞു നോട്ട് ബുക്സൊക്കെ ഞാൻ അവിടെ വെക്കുന്നതാണ്. എൻ്റെ കളർ ചെയ്യുന്ന നോട്ട്ബുക്കും ഒക്കെ ഞാൻ അവിടെ വെക്കുന്നതാണ്. അപ്പോൾ അവിടെ നിറഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം നമുക്ക്. അപ്പം ഇവിടെ ഞാൻ ഒന്നും വെക്കുന്നില്ല, കാരണം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഹോംവർക്ക് പഠിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ കമ്പ്യൂട്ടറാന്ന് ഓർത്തോളൂ, ആ കമ്പ്യൂട്ടർ പഠിച്ച് എഴുതി കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലത്തേക്ക് വെക്കും. അതാകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ പഠിച്ചു എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും വെക്കാത്തത്. അപ്പോൾ അടുത്തത് ഈ സ്ഥലമാണ്, നമ്മൾ എഴുതുന്ന സ്ഥലം. അവിടെ ആദ്യമായിട്ട് ചിപ്പി ടൈം ടേബിൾ വയ്ക്കുകയാണ്. എൻ്റെ ക്ലാസ് ടൈം ടേബിളാണ്. ടൈം ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു അലാം ക്ലോക്കാണ് വെക്കുന്നത്. അലാം ക്ലോക്കിൻ്റെ ഒരു ബോക്സിൽ പെൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. പെൻസിൽസും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഷാർപ്നറും എറേസറും വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഒരു കാർഡ്ബോർഡിൽ വേസ്റ്റ് ബിൻ എഴുതി A4 ഷീറ്റൊക്കെ ഒട്ടിച്ച് ഇവിടെ വേസ്റ്റ് ബിൻ പോലെ വെക്കുവാണ്. അതാകുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്തൊന്നും പോകണ്ട വേസ്റ്റ് ഇടാൻ. ചിപ്പി തന്നെ ഉണ്ടാക്കിയ വേസ്റ്റ് ബിൻ കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലാണ് വെക്കുന്നത്. വേറെ സ്ഥലത്തൊന്നും പോയി വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏറ്റു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ വെള്ളം കുടിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ. അടുത്തത് ഈ ഒരു ഡ്രോയറാണ് കേട്ടോ. ഇവിടെ ആദ്യം A4 ഷീറ്റ് കുറച്ചൊരു 10 ഷീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൗച്ചാണ് വെക്കുന്നത്, സ്കൂളിൽ കൊണ്ടുപോകുന്ന പൗച്ച്.
ഈ പൗച്ച് കണ്ടാൽ സിമ്പിളാണ്, പക്ഷെ സൂപ്പറാണ് കേട്ടോ. നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. പൗച്ച് വെച്ചിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു സിസേഴ്സ് വെക്കുവാണ്. പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. സ്കെച്ച്, പിന്നെ ഒരു ഫെവിക്കോള്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് ഈ താഴത്തെ കബോർഡാണ്. ഈ താഴത്തെ കബോർഡിൽ ഞാൻ എൻ്റെ ബാഗാണ് വെക്കുന്നത്. സ്കൂൾ ബാഗ് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടയ്ക്കാം. അപ്പോൾ ഇവിടെ പപ്പ യൗസേപിതാവിനെയും ചിപ്പിക്ക് കിട്ടിയ ട്രോഫികളും എല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ യൗസേപിതാവിനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രോഫി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക പപ്പ. ചിപ്പി ഓരോന്നെടുത്ത് പപ്പയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പപ്പ അത് സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിപ്പിക്ക് കിട്ടിയ എല്ലാ ട്രോഫികളും സ്റ്റഡി ടേബിളിന് മുമ്പിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ട്രോഫി പപ്പയ്ക്ക് കിട്ടിയതാണ്, ബാക്കിയെല്ലാം ചിപ്പിക്ക് കിട്ടിയതാണ്. ചിപ്പി ആദ്യം പറഞ്ഞു ഇവിടെ ട്രോഫി വെക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പപ്പയുടെ ഓർഗനൈസേഷൻ പപ്പ പറഞ്ഞു ഇവിടെ ട്രോഫി വെക്കുമ്പോൾ അതൊന്നും കൂടെ നല്ലതായിരിക്കുമെന്ന്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.